NH-66 വിഷയം. വെന്റിലേറ്ററിൽ കടന്ന പദ്ധതി 2016 പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അതികഠിനമായ പ്രയത്നത്തിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ജീവൻ വെപ്പിച്ച് പ്രൊജക്റ്റ് ഓണാക്കി പണി തുടങ്ങി. ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും വെന്റിലേറ്ററിൽ തന്നെ കയറ്റി. അതാണ് പറയാനുള്ളത്. ഇതിലവർ എഫേർട്ട് ഇട്ടില്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ കാണുന്നത്? കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് കൂരിയാടിൽ ഉണ്ടാക്കി വെച്ച സ്ട്രക്ചർ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. വലിയൊരു ദുരന്തം ഒഴിവാവാൻ കാരണം ആ ടൈമിൽ വണ്ടികളുടെ എണ്ണം കുറവായിരുന്നു. ഒരു ഉച്ച സമയമായിരുന്നു. 3 വണ്ടികൾ മാത്രമാണ്, 3-4 വണ്ടികൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ തന്നെയുള്ള ആളുകൾ തലനാരിഴക്കി ഓടി രക്ഷപ്പെട്ടതാണ്. കൂരിയാടുള്ള ജനങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ചതുപ്പ് നിലമാണ്, അവിടെ ഈ ആറിവോൾ കൊണ്ടുള്ള ഈ ഒരു കൺസ്ട്രക്ഷൻ അല്ല വേണ്ടത്, അവിടെ ശരിക്കും ഒരു എലവേറ്റഡ് ഫ്ലൈ ഓവർ പോലെ പോവുകയാണ് വേണ്ടത്. കാരണം അവിടെ മണ്ണ് ഇടിയും, അത് ചതുപ്പ് നിലമാണ്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നു, ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓബിയസ്ലി ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്, എസ്പെഷ്യലി നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി റിയാസ് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഓരോ വട്ടവും ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ ഒരു NH-66 വർക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെയും എഫേർട്ടുകളും അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഒക്കെ ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞൊരു മന്ത്രിയാണ് ഇയാൾ. കോഴിക്കോട് കഴിഞ്ഞ ദിവസം തീപിടുത്തം ഉണ്ടായി, പിറ്റത്തെ ദിവസം റിയാസ് അവിടെ എത്തി. കൂരിയാട് ഈ ഒരു റോഡ് ഇടിഞ്ഞ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായി. ഇന്ന് വരെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ന്യൂസിലൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, NH-66 പല സ്ഥലങ്ങളിലായിട്ട് വലിയ വലിയ വിള്ളലുകൾ കാണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇത്രയും മഴ പെയ്യുന്ന ഒരു ടൈമാണ്, മഴ പെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് മഴയാണ് കേരളത്തിൽ. കഴിഞ്ഞ വർഷം തന്നെ മഴയത്ത് ഈ റോഡ് പണി നടക്കുന്നത്, അതൊക്കെ ഒരു എന്താ പറയുക, ഈ ഒരു ഫുൾഫിൽ ആയിട്ടുള്ള സ്റ്റേജ് അല്ല. വണ്ടി പോകുന്നൊരു സ്റ്റേജിലേക്ക് പല സ്ഥലങ്ങളും എത്തിയിട്ടില്ല. അപ്പം തന്നെ ഏകദേശം വാട്ടർ തീം പാർക്കിൻ്റെ അവസ്ഥയായിരുന്നു. ഇതിൻ്റെ ഡ്രൈനേജും കാര്യങ്ങളും ക്ലിയർ അല്ല, സർവീസ് റോഡിലേക്ക് വെള്ളം കയറി ഒരാൾ പൊക്കത്തിൽ വെള്ളം നിൽക്കുക എന്നുള്ള രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകദേശം റോഡിൻ്റെയൊക്കെ പണി ഫുൾഫില്ലായി. നമ്മുടെ പല സ്ട്രെച്ചുകളും, NH-66 പല സ്ട്രെച്ചുകളും ഓപ്പൺ ആക്കി ആളുകൾ വണ്ടി ഓടിച്ചു തുടങ്ങി. ഇപ്പോൾ വീണ്ടും ഒരു മഴക്കാലം വന്നപ്പോൾ ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ മന്ത്രി റിയാസ് അവിടെ എത്തുന്നില്ല, മന്ത്രി റിയാസിനെ കാണുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബുധനാഴ്ച 12:30-ക്കാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെ മെയ് 21 ഒരു ന്യൂസിലും മന്ത്രി റിയാസ് അവിടെ ചെന്നതായിട്ട് ഞാൻ കണ്ടില്ല. ഓക്കെ, ആളുകളവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണെങ്കിലും ഫസ്റ്റ് നമുക്ക് ഈ ക്രെഡിറ്റ് എടുക്കുന്ന പരിപാടി എങ്ങനെ തുടങ്ങി, എന്തുകൊണ്ട് മന്ത്രി റിയാസിനും ഗവൺമെൻറ്റിനും ഇത്രത്തോളം ആളുകളുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നതെന്നുള്ളത് ഞാൻ ഒറ്റ വീഡിയോയിലൂടെ പ്ലേ ചെയ്യാം. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള NH-66. ഇത് മുടങ്ങിക്കിടന്ന പദ്ധതിയായിരുന്നു. 2016 LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരികയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയെടുക്കുകയും ഇന്ത്യ ഇന്ന് വരെ കാണാത്ത ദേശീയപാത പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തതുകൊണ്ടാണ് വെന്റിലേറ്ററിലായിരുന്ന ഈ പദ്ധതി ജീവൻ വെച്ച് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ഈ NH-66 മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരളം വഴി, മഹാരാഷ്ട്ര, കർണാടക, കേരളം വഴി തമിഴ്നാട്ടിലേക്കുള്ള റോഡ് ഈ 612 മറ്റോ കിലോമീറ്റർ റോഡാണ്. ഇത് വിവിധ സ്ട്രെച്ച് എല്ലാ 2 ആഴ്ചയിലും ഞങ്ങൾ റിവ്യൂ നടത്തുന്നുണ്ട്, മന്ത്ലി റിവ്യൂ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇതിൽ ചില വിവാദം, നിങ്ങൾക്ക് എന്താ റോള്, കേരളത്തിലെ ഗവൺമെൻറ് എന്താ റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ ട്രോളറൊക്കെ ഉണ്ട്. റോളുണ്ട്. ഒന്ന്, NH-66 റോള് 2 രീതിയിൽ നമുക്ക് പറയാം. ഒന്ന്, 2015 NHAI ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയതാണ്. കാരണം ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നമാണ്, നടക്കില്ല എന്നുണ്ട്. LDF ഗവൺമെൻറ് 2016 വന്നു. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയും ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു. ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ ഫണ്ട് ചോദിച്ചു, തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. പദ്ധതി ഉപേക്ഷിക്കേണ്ടിടത്തേക്ക് എത്തി. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 25% ഭൂമി ഏറ്റെടുക്കലിന് 5600 കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ചു. അന്ന് ആ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ NH-66 നടക്കില്ല.
2021 ഗവൺമെൻറ് വന്നു, എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടയ്ക്ക് യോഗം വിളിക്കുന്നു, തുടർച്ചയായ ഇടപെടൽ നടക്കുന്നുണ്ട്. അത് എന്തായാലും അത് യാഥാർത്ഥ്യമാവും. ഇനി ഞാൻ പറയട്ടെ, 25% ഫണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കാത്ത പദ്ധതിയാണ് എന്ന് വിചാരിക്കുക NH66. എന്നാലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റോളുണ്ട്. മരങ്ങൾ മുറിച്ച് മാറ്റണം, ഏത് വകുപ്പാണ്? വനം വകുപ്പ്, സ്റ്റേറ്റ് വനം വകുപ്പാണ്. വൈദ്യുതി ലൈൻ മാറ്റണം, ഏത് വകുപ്പാണ്? സ്റ്റേറ്റ് വൈദ്യുതി വകുപ്പാണ്. ജിയോളജിസ്റ്റ്, മറ്റ് മെറ്റീരിയൽ പ്രശ്നം, മറ്റാവശ്യകത, സ്റ്റേറ്റ് വ്യവസായ വകുപ്പാണ്. ഭൂമി ഏറ്റെടുക്കൽ, സ്റ്റേറ്റ് റവന്യൂ വകുപ്പാണ്. വർക്കിൻ്റെ കാര്യം, മറ്റ് വിഷയമൊക്കെ പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശ വകുപ്പ്, ഈ വകുപ്പുകളാണ്. അപ്പോൾ ഇതിനൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ് സംവിധാനം കൂടി അടങ്ങിയതാണ് ഈ ഡെവലപ്മെൻറ്റ്. അതായത് ഈ ഒരു ക്ലെയിം ചെയ്യുന്ന പരിപാടി, അതായത് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന പരിപാടിയാണ് സത്യം പറഞ്ഞാൽ റിയാസിന് ഇപ്പോൾ തലേൻ്റെ മുകളിൽ വാളായിട്ട് നിൽക്കുന്നത്. കാരണം ഓരോ സാഹചര്യത്തിലും ഇത് സ്റ്റേറ്റിൻ്റെയാണ്, ഇത് സ്റ്റേറ്റിൻ്റെയും കൂടിയാണ്. സ്റ്റേറ്റാണ് ഇത് വെൻറ്റിലേറ്ററിൽ കിടന്ന പ്രൊജക്റ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് ഓണാക്കി ജീവൻ വെപ്പിച്ചത്. ഇപ്പം എന്തായി? തിരിച്ച് വെൻറ്റിലേറ്ററിലേക്ക് ആരിട്ടു എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഉത്തരമില്ല. ശരിയാണ്, പിണറായി സർക്കാരും റിയാസും ഒക്കെ നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കാം ക്ലോസ് ചെയ്തൊരു പ്രൊജക്റ്റ് എന്ത് ചെയ്തത്, റീഓപ്പൺ ചെയ്ത് കൊണ്ടുവന്നത്. ഇപ്പം ഇതിൽ മന്ത്രി റിയാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ ഘട്ടത്തിലും ഓരോ സ്ട്രെച്ചിലും ആഴ്ചകളും മാസങ്ങളും കൂടുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പല പല വകുപ്പുകൾ ചേർന്നിട്ട് ഇതിൻ്റെ റിവ്യൂ നടത്താറുണ്ട് എന്നുള്ളത്. അല്ല, അങ്ങനെ നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ NH66 ഏതൊക്കെ സ്ട്രെച്ചിൽ ഏതൊക്കെ രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് വേണം റോഡ് എലവേറ്റ് ചെയ്യാനും റോഡിൻ്റെ ബാക്കി ഈ പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരാനും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റഡി നടന്നിട്ടുണ്ടോ പ്രോപ്പറായിട്ട്? NH66 കേരളത്തിലൂടെ പോകുന്ന പല സ്ഥലങ്ങളിലും ചതുപ്പ് നിലത്തിലൂടെ പോകുന്നുണ്ട്, പാടം നികത്തി പോകുന്നുണ്ട്, പല 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 തരത്തിലുള്ള ടെറൈനാണ്. മനസ്സിലായോ? കേരളം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് സ്ഥലമാണ്. ചുമ്മാ അങ്ങനെ പരന്നങ്ങനെ കിടക്കില്ല. ഡ്രൈ ലാൻഡ്, വെറ്റ് ലാൻഡ് ഉണ്ട്, ഡ്രൈ ലാൻഡ് ഉണ്ട്, അതിൽ തന്നെ ഉയരം കൂടിയ സ്ഥലങ്ങളുണ്ട്, ഉയരം കുറഞ്ഞ സ്ഥലങ്ങളുണ്ട്, പാറ ഉണ്ട്. പല രീതിയിലാണ് നമ്മളുടെ ഒരു ടെറൈൻ കിടക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ക്ലൈമറ്റ് വേറെ എവിടെ ഇല്ലാത്ത പോലെ, മഴയാണെന്നുണ്ടെങ്കിൽ കൊടൂര മഴ, വെയിലാണെന്നുണ്ടെങ്കിൽ പെരും വെയിൽ. ഇതാണ് നമ്മളുടെ ഒരു സിറ്റുവേഷൻ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എല്ലാ നാട്ടിലും ഉപയോഗിക്കുന്ന പോലെ ഒരു ആറിവോളും കെട്ടി അതിൻ്റെ മുകളിൽ കുറേ മണ്ണും കൊടുന്നിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി പോകാന്ന് പറഞ്ഞാൽ നടക്കില്ല. ശരിക്ക് കൂരിയാട് സംഭവിച്ചത് അതാണ്. ആളുകൾ പ്രക്ഷോഭം ചെയ്യുന്ന ഓരോ വ്യക്തികളും പറയുന്നുണ്ട്, അവിടെ ഫ്ലൈ ഓവർ എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടേ അവിടെ പണി തുടങ്ങാൻ പാടൂ, അങ്ങനെ ചെയ്യാൻ പാടൂ, ചതുപ്പ് നിലമാണ്. എല്ലാ നാട്ടിലും ചെയ്യണ പോലെ 2 സൈഡും കല്ലും വെച്ച് അതിനിടയിൽ മണ്ണും കൊടുന്നിട്ടിട്ട് എന്നാ പിടിച്ചോ റോഡ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പം എന്താണെങ്കിലും മന്ത്രി റിയാസ് ഇതൊക്കെ പറയുമ്പോഴും ഈ പ്രൊജക്റ്റ് നടക്കുമ്പോഴൊക്കെ നമ്മുടെ തന്നെ യൂട്യൂബർ കൂട്ടായ്മയിൽ ഭാഗമായിട്ടുള്ള, അതായത് നമ്മുടെ സെയിം യൂട്യൂബർ പരിപാടി ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടേ. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. വ്യക്തിയുടെ പേരാണ് ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ. ഈ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ഇങ്ങേര് കൃത്യമായിട്ട് ഈ NH66 കുറിച്ച് ഇതിൻ്റെ പണി തുടങ്ങിയത് മുതൽ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഡ്രോണിനെ പറക്കും യന്ത്രം എന്നാണ് വിളിക്കാറ് നമ്മൾ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ. മൂപ്പര് ഈ NH6 മൂപ്പർക്ക് ഈ പറഞ്ഞ എല്ലാ പണി, അതായത് വീട്ടുപണി, മേസ്തിരിപ്പണി, ഇങ്ങനത്തെ എല്ലാ അയാൾക്ക് അറിയാത്ത പണിയില്ല. യൂട്യൂബർമാരെ കൂട്ടത്തിൽ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്ന യൂട്യൂബർ എന്നുള്ള ടൈറ്റിൽ കിട്ടിയ ഒരാളാണ് നമ്മൾ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ. മൂപ്പര് 2024 ഇട്ടൊരു പോസ്റ്റാണ്, ഒറ്റക്കല്ലിൽ 50 കട്ടയിലധികം ഹൈറ്റ് ഈ മതിൽ നിൽക്കുമോ. ഇത് ഈ NH66 ആറിവോൾ ഉണ്ടാക്കിയതിനെ കുറിച്ചിട്ടാണ് ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ഇങ്ങനൊരു പോസ്റ്റ് 2024 ഇട്ടത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മളെ നാട്ടിൽ സാധാരണ മേസ്ത്രിപ്പണി, ബാക്കി എല്ലാ പണികളും അയാൾ എടുക്കാത്ത പണിയില്ല. കട്ട വയ്ക്കും, അയാൾ തേക്കും, പടവ് എടുക്കും, അയാൾ എല്ലാം ചെയ്യും. അയാൾക്ക് വരെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി അയാൾ നല്ല പണിക്കാരനായതുകൊണ്ടോ മനസ്സിലായത്, അത് വേറെ കാര്യം. അങ്ങേർക്ക് വരെ മനസ്സിലായി ഈ ഒറ്റക്കല്ലിൽ ഇത് പൊക്കിക്കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിൽക്കില്ല, പല നാട്ടിലും നിൽക്കും. ഞാൻ പറയുന്നത് ഈ ഒരു ആറിവോൾ ഉണ്ടാക്കുന്ന മെത്തേഡ് ഫ്ലോപ്പാന്നല്ല, നമ്മളെ നാട്ടിൽ ഇത് ഫ്ലോപ്പാണ്. അപ്പം ഇത്രയും റിവ്യൂ മീറ്റിംഗ് നടത്തിയ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇത്രത്തോളം എന്താ പറയുക സൂക്ഷ്മദർശിനിയായിട്ട് നടന്ന ഒരു പ്രൊജക്റ്റാണ് NH66 കേരളത്തിൽ നിന്നാണ്
മന്ത്രി റിയാസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഭൂമിയെക്കുറിച്ച് പഠിച്ചില്ല? നമ്മുടെ നാട്ടിൽ ഏത് രീതിയിലുള്ള ഒരു ടെക്നോളജി അപ്ലൈ ചെയ്യണം, ഏത് രീതിയിലുള്ള ഒരു സിസ്റ്റം, അതായത് എല്ലാ നാട്ടിലും കൊണ്ടുവരുന്ന പോലെയല്ല, വെറ്റ്ലാൻഡിൽ ഇതേപോലെ ആറിവോൾ കെട്ടണോ അതോ പില്ലർ വെച്ച് ഇത് എലവേറ്റ് ചെയ്ത് മുകളിൽ കൂടി പോകണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ NH-66 പൊട്ടിപ്പൊളിഞ്ഞ് വീഴില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് ഇരട്ടി പൈസേൻ്റെ ചിലവാണ്, സമയം നഷ്ടമാണ്. 2025 മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് പല സ്ട്രെച്ചുകളും തുറന്നു കൊടുക്കും. മെജോറിറ്റി കേരളത്തിലൂടെ പോകുന്ന എല്ലാ സ്ട്രെച്ചുകളും തുറക്കുന്നതായിരുന്നു മന്ത്രി റിയാസിൻ്റെ വാഗ്ദാനം. ഇപ്പം എന്തായി? ഇനിയാണ് മഴക്കാലം വരാൻ കിടക്കുകയാണ്. ആകെ മൊത്തം കുത്തിപ്പൊളിഞ്ഞ് പഞ്ചറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണെങ്കിലും ഇനി നമുക്ക് നോക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇത് ഈ കോൺട്രാക്റ്റ് എടുത്ത കമ്പനി, ഓക്കെ, അവർക്ക് എന്താണ് പറയാനുള്ളതെന്നും എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളതും നമുക്കൊരു കുറച്ചൊരു വീഡിയോ ആണ്. കോഴിക്കോട് നിന്ന് തേഞ്ഞിപ്പലം വഴി തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയുടെ കൂരിയാട് കൊളപ്പുറം ഭാഗത്തിന്റെ നിർമ്മാണം നടത്തിയ KNR കൺസ്ട്രക്ഷൻ ഇതാദ്യമായല്ല ദേശീയപാത നിർമ്മിക്കുന്നത്. 39.68 കിലോമീറ്റർ ദൂരമുള്ള രാമനാട്ടുകര വളാഞ്ചേരി റീച്ച്, 37.35 കിലോമീറ്റർ ദൈർഘ്യമുള്ള വളാഞ്ചേരി കാപ്പിരിക്കാട് എന്നീ 2 റീച്ചുകളുടെ നിർമ്മാണമാണ് KNR കൺസ്ട്രക്ഷൻസ് കേരളത്തിൽ നടത്തുന്നത്. 2021 ഇവർക്ക് കരാർ ലഭിച്ചത്. 2022 തുടങ്ങിയ നിർമ്മാണം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്ര ആസ്ഥാനമായ KNR കേരളത്തിലെ കാര്യങ്ങൾക്കായി മറ്റൊരു കമ്പനി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. രൂപകൽപ്പനയും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതും ദേശീയപാത അതോറിറ്റിയാണ്. ദേശീയപാത അതോറിറ്റി നിയോഗിച്ച അതോറിറ്റിയുടെ ഭാഗമല്ലാത്ത ഒരു ഉദ്യോഗസ്ഥ സംഘമാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. കമ്പനിക്കൊപ്പം നിർമ്മാണം വിലയിരുത്തുന്ന ദേശീയപാത അതോറിറ്റിക്കും തകർച്ചയിൽ പങ്കുണ്ട് എന്നർത്ഥം. കൂരിയാട്ട് സംഭവിച്ചതിനെക്കുറിച്ച് ദേശീയപാത അതോറിറ്റിക്ക് പറയാനുള്ളത് ഇതാണ്. So once the rain happens, the water rises through capillary action. The water rises in the soil. That pressure which was exerted, that carried through below the foundation and went to the paddy field. And paddy field, the soil bulged out. കരാർ കമ്പനി തകർച്ചയെക്കുറിച്ച് ഇതേവരെ വിശദീകരണം നൽകിയിട്ടില്ല. വിദഗ്ധ സമിതി വിലയിരുത്തട്ടെ എന്നാണ് അവരുടെ നിലപാട്. എന്നാൽ ദേശീയപാതയുടെ രൂപകൽപ്പന നിർവഹിച്ച ദേശീയപാത അതോറിറ്റി കേരളത്തിന്റെ ഭൂപ്രകൃതി പരിഗണിച്ചോ? എട്ട് മാസത്തിലേറെ നീണ്ട വർഷകാലമുള്ള കേരളത്തിൽ മഴയും വെള്ളക്കെട്ടും പരിഗണിച്ചാണോ നിർമ്മാണം നടത്തിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. പേരിന് മാത്രമുള്ള പരിസ്ഥിതി ആഘാത പഠനം മാത്രമാണ് ദേശീയപാതയുടെ കാര്യത്തിൽ നടന്നത്. കൂരിയാട്ട് സമീപത്ത് തന്നെ പുഴയുണ്ടായിരുന്നതിനാൽ ഏറെ വെള്ളച്ചാലുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഈ ഘടകങ്ങൾ നിർമ്മാണ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അവഗണിച്ചു എന്ന് വേണം കരുതാൻ. കേരളത്തിൽ നിർമ്മിക്കുന്ന ദേശീയപാതയുടെ 30%-ലേറെ നിലവിലുള്ള റോഡ് ഉയർത്തിയാണ് ഉണ്ടാക്കുന്നത്. കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ 30%-ലേറെ വയലുകളും വെള്ളക്കെട്ടുകളുമാണ്. കരഭൂമിയിൽ നടക്കുന്ന അതേ നിർമ്മാണ രീതി തന്നെയാണ് ഇവിടെയും നടത്തിയത്. വെള്ളക്കെട്ടുകളും നീർച്ചാലുകളും പരിഗണിച്ച് അവ ഒഴുകിപ്പോകാൻ ആവശ്യമുള്ള ചെറുപാലങ്ങളും ഓവുചാലുകളും ഇല്ല എന്ന് തന്നെ പറയാം. മണ്ണ് മർദ്ദം ചെലുത്തി കോമ്പാക്ട് ചെയ്യുന്ന പ്രവൃത്തി ഹൈവേ നിർമ്മാണത്തിൽ കൃത്യമായി നടന്നിട്ടില്ല എന്നാണ് സൂചന. ഇത് ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റി ശ്രമിച്ചിട്ടുമില്ല. പാത നിർമ്മാണം 2025 പൂർത്തിയാക്കാനാണ് കരാർ. നിർമ്മാണത്തിന് വേഗം കൂട്ടേണ്ടത് കാരണം പല കാര്യങ്ങളും ഇത്തരത്തിൽ അവഗണിച്ചതായാണ് സൂചന. KNR എന്ന് പറഞ്ഞുള്ള കമ്പനിയാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് കേരളത്തിൽ 2 സ്ട്രെച്ചിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ആ സ്ട്രെച്ചിലാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന വിഷയം ഉണ്ടായിട്ടുള്ളത്, വിള്ളലുകൾ കാണാൻ പറ്റുന്നത്. ഇവിടെ ഓരോ ഘട്ടത്തിലും റിവ്യൂ മീറ്റിംഗ് നടക്കുന്ന പിണറായി വിജയനും മന്ത്രി റിയാസും ബാക്കി ടീമുകളും നിങ്ങൾ ആരും അന്വേഷിച്ചില്ല ഇവിടെ എന്ത് പഠനത്തിൻ്റെ മുകളിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ റോഡുകൾ ഉണ്ടാക്കി. ഇങ്ങനെ പുട്ടുകുറ്റിന്ന് പുട്ട് തട്ടിയിടുക താഴത്തേക്ക്, ആ രീതിയിലാണ് ഇവിടെ റോഡ് ഉണ്ടാക്കി പോയിട്ടുള്ളവർ. നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടെ NH-66 ഉണ്ടാക്കുന്ന സമയത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറഞ്ഞ നമ്മുടെ സെൻട്രൽ സിസ്റ്റം, അതിന് ഒപ്പം തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് സിസ്റ്റത്തിനും എന്തുണ്ട്, ക്രെഡിറ്റ് നിങ്ങൾക്കുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം നിങ്ങളോടും ചോദിക്കും. മനസ്സിലായോ? NH-66 ക്ലെയിം നിങ്ങൾ എടുക്കുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവർ കൃത്യമായ പഠനം നടത്തിയോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടത് നിങ്ങളാണ്, സർക്കാരാണ്. തലപ്പാറയും ബാക്കി സ്ഥലങ്ങളിലുള്ള നാട്ടുകാർ കൃത്യമായി പറയുന്നുണ്ട്
അവിടുത്തെ ചതുപ്പ് നിലങ്ങളിൽ ഇതേപോലെ ഒരു ആറിവോളും കെട്ടി വെറുതെ അങ്ങോട്ട് പോയിട്ട് വണ്ടിയും തുറന്നു വിട്ടിട്ടുള്ള പരിപാടി ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോ ഇതിന് പണി തുടങ്ങി അന്ന് മുതൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താ അറിയോ, ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചർ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒന്ന് കിട്ടിക്കാണും. ഇനി നമുക്ക് പോകേണ്ടത് നമ്മൾ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞില്ല 2024 ഈ തലപ്പാറ ഭാഗത്തൊക്കെ പണി നടക്കുമ്പോൾ മൂപ്പര് വീട് ഈ ഹൈവേൻ്റെ പണി നടക്കുന്നതിൻ്റെ സൈഡിലാണ്. അപ്പോൾ മൂപ്പര് ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒറ്റക്കല്ലിലെ ആറിവോളിൻ്റെ പരിപാടി എങ്ങനെ, ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ ഒരു ചെരുവിലാണ് അല്ലെങ്കിൽ ഒരു കുന്നും പുറത്താണെന്നുണ്ടെങ്കിൽ മണ്ണിടിഞ്ഞ് വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, റീറ്റെയിനിങ് വാൾ കെട്ടും. നമ്മളൊരു റീറ്റെയിനിങ് വാൾ കെട്ടുമ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊരു കല്ലിൻ്റെ ഇത്ര ഗ്യാപ്പിലാണോ ഒരു റീറ്റെയിനിങ് വാൾ കെട്ടുക? നമ്മളൊരു റീറ്റെയിനിങ് വാൾ ഇത്രയും അല്ല കേട്ടോ, ഇതിൽ കാറിലായതുകൊണ്ട് കൈ വെക്കാൻ പറ്റുന്നില്ല, അത്രയും വണ്ണത്തിൽ ബെൽറ്റ് അടിച്ച് കല്ല് വെച്ച് കെട്ടി സിമെൻ്റ് ഇട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടല്ലേ, നമ്മൾ ഇടിയാത്ത രീതിയിലല്ലേ നമ്മൾ എന്ത് ചെയ്യുക, റീറ്റെയിനിങ് വാൾ കെട്ടുക. ഇത് ടണ്ണ് കണക്കിന്, മിനിറ്റിൽ ടണ്ണ് കണക്കിന് വെയിറ്റ് കയറി പോകുന്ന വണ്ടികൾ പോകുന്ന ഒരു നാഷണൽ ഹൈവേക്ക് ഒരു കല്ലിൻ്റെ വലുപ്പത്തിൽ, ഒരു ബ്രിക്കിൻ്റെ വലുപ്പത്തിൽ അതിങ്ങനെ കൂട്ടി കൊടന്ന് വെച്ചിട്ട് നടക്കും. അത് സക്സസ്ഫുൾ ആവും, പക്ഷെ നമ്മളെ നാട്ടിലാവില്ല. ഇതിനെ കുറിച്ചിട്ടാണ് ഓൾ ഓൺ കൺസ്ട്രക്ഷൻ കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല, 2025 മാർച്ചോട് കൂടി ഈ പ്രൊജക്റ്റ് തീർക്കണം. അതാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള പരിപാടി. മനസ്സിലായോ? ഈ KNR ഗ്രൂപ്പിന് ഇത് തീർത്തേ പറ്റൂ 2025 കൂടിയിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, പണി എങ്ങനെയെങ്കിലും എടുത്തിട്ട് പോകാൻ നോക്കും. അതിന് മാത്രമല്ല, ഈ വെച്ച കട്ടകൾ അതിലും ഉണ്ട് പ്രശ്നം. നമുക്കെന്താണെങ്കിലും ഓൾ ഓൺ കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ഒന്ന് കാണാം. കട്ട പടവ് ചെയ്യുന്നതിന്റെ ശാന്തമായ സുന്ദരമായ വീഡിയോ ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടേക്ക് വന്നാൽ മതി എന്നറിയോ? പാലത്തറമാർക്ക് വന്നാൽ മതി. ആരെ ശല്യം ഉണ്ടാവില്ലല്ലേ? ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ട് സൂപ്പറാക്കി എടുക്കാൻ പറ്റും. പിന്നെ വർത്താനം മൊത്തം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് 2 ഹരിവാൾ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ട്. ഓലെ പേരെന്തറിയോ? ഹരിവാൾ കാത്മി എഞ്ചിനീയേഴ്സ് അല്ലേ? എന്തായാലും സംഭവം മൊത്തത്തിൽ 48 വരി ഇവിടെ വരുമല്ലോ. ഇത് 27ാമത്തെ വരിമിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ മതിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒറ്റ കട്ട ഉണ്ടാവുള്ളൂ, ഒറ്റ കട്ട. ഇതിൻ്റെ ബാക്കിലേക്ക് ഒരു കട്ട പോലും വെക്കൂല, ഇല്ലല്ലോ. ഈ ഒറ്റ കട്ട വെച്ചുകാണ്ട് ഏകദേശം വീക്കപ്പടി ഭാഗത്തൊക്കെ ഒരു 100 വരിയൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ इसको बारे में थोड़ा बात करेगा? ये कट्टा का काम करता है, इसका बीच में ये नेट डालते हैं, ये क्यों? ये वर्टिकल सॉइल को वर्टिकल स्टैंड में लाने के लिए 60 किलो न्यूटन का वेट कैरी करेगा. ज़्यादा स्ट्रॉन्ग है? 70 किलो न्यूटन पर स्क्वायर मीटर लोड है. 70 किलो न्यूटन कितना स्क्वायर पर स्क्वायर मीटर पे. ये हरिवाल का ताकत किसमें? ये नेट पे. नेट पे है. लेकिन केरला वाले इसको बारे में क्या ज़्यादा सोचता है भाई? क्यों? देखो ये हरिवाल का एक ही लेन है, ये लास्ट लेन है इधर का. ये लेन के पीछे अब दूसरा पत्थर रखेगा नहीं रखेगा? नहीं रखेगा, एक ही है ना. सेम इसका लेयर लेके जाएगा. अभी देखो इसको पीछे को 20 को ऊपर हो गया, अभी 20 हो गया ना पूरा. यहाँ से 40 लेयर आएगा. अभी 20 हो गया, कम से कम 27 हो गया. 27 हो गया. मैं क्या बोलते हैं, ये पत्थर का ये पीछे साइड में दूसरा पत्थर रखेगा? नहीं ये की पत्थर, ये फिल्टर मीडिया ड्रेनेज के लिए, ड्रेसिंग ये वाला ड्रेनेज के लिए वाटर जो भी है, वाटर का एबोर्शन है, वाटर एबोर्शन नहीं नीचे उधर जाएगा, ओनली वाटर एग्जिट. ആറിവോൾ ഉണ്ടാക്കുന്നത് ഒറ്റ കല്ല് വെച്ച് മാത്രം 50 അടി ലെയർ ആയിട്ട്, 50 അടി എന്നല്ല 50 ലെവലായിട്ട് ഈ കല്ല് വെക്കുന്നുണ്ട് അവർ. ഓക്കെ, നിങ്ങളതിൻ്റെ ഹൈറ്റ്, ഇപ്പം നിങ്ങളൊക്കെ ഈ ഹൈവേ കൂടി പോകുന്ന ആളുകളാണല്ലോ, നിങ്ങൾക്കൊക്കെ നോക്കിയാൽ മതി. ഈ ഒറ്റ ലെയറാണ് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സാധാരണ നമ്മൾ റീറ്റെയിനിങ് വാൾ ഒരു വീട്ടിലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വണ്ണം, അതിൻ്റെ ഒരു എത്രത്തോളം സ്ട്രോങ് ആകാൻ പറ്റുമോ നമ്മൾ അത്രയും സ്ട്രോങ് ആക്കാനാണ് നോക്കുക. ഇവരിതിനിടയിൽ കുറച്ച് വെയിറ്റ് പോകുന്ന ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം, അത് എല്ലാ 3 കല്ല് വെച്ച ലെയറിൻ്റെ ഇടയിലും വെച്ച് അതിൻ്റെ മുകളിൽ ജെല്ലി ഇട്ടിട്ട് ഒരു ഡ്രൈനേജും കൂടി അതിൻ്റെ ഉള്ളിൽ വേറൊരു നെറ്റ് പോലത്തെ സാധനം ഇട്ടിട്ട് വെള്ളം പോകാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഈ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഈ സാധനം പല സ്ഥലങ്ങളിലും വർക്കാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളെ നാട്ടിൽ ഇത് ഫെയിലിയർ ആവും, നമ്മളെ നാട്ടിൽ ഇത് കംപ്ലീറ്റ് ഫെയിലിയർ ആവും. കാരണം നമ്മളെ നാട്ടിലെ സോയിലും നമ്മളെ നാട്ടിലെ ക്ലൈമറ്റും അതിൻ്റെ വെയിറ്റ് ഇതിന് താങ്ങാൻ പറ്റൂല.
ഓക്കെ. ഇനി ഇതിനകത്ത് തന്നെ ഈ കല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. KNR के लिए ये ब्लॉक मेरा घर का आसपास है टाटा कास्टिंग करता है। अभी छोटा बना रहे नहीं, ये टाटा कास्टिंग करता है इसका मतलब कंपनी टाटा कंपनी इसका ओनर टाटा मालिक। इससे दूसरे कंपनी ओलो से अब लेके आते हैं ऐसा चलता है. ഇത് മെയിൻ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അതോറിറ്റീസിന് അയച്ചു കൊടുത്തോ, ഇല്ല ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തോ. ഈ കല്ല് ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ മേസ്ത്രിയോ അല്ലെങ്കിൽ എഞ്ചിനീയർ ഏതോ ഒരാളാണ്, ഈ ചങ്ങായിമാർ KNR കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് വന്നവരാണ്, ഇവർ കൃത്യമായി പറയുന്നത് ഏതോ സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ കയ്യിൽ നിന്നാണ് ഇവർ ഈ കല്ല് വെച്ചിട്ടുള്ളത്. ആകെ വെക്കുന്നത് ഒരു വരി കല്ല്, അത് മോളിക്ക് ബുർജ് ഖലീഫ മാതിരി കെട്ടി പൊക്കുന്നുണ്ട്. ഈ സാധനം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ കയ്യിൽ നിന്നാണ് ഈ KNR ഗ്രൂപ്പ് മേടിച്ചിട്ടുള്ളത്. ഈ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ സ്റ്റാർട്ടപ്പാണ്, ആരിവിടുന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തു, ആരുടേതാണ് ആ കമ്പനി, ഈ കല്ലുകൾ ഉണ്ടാക്കിയത് എവിടെ, ഈ കല്ലുകൾ ആരാണ് ഈ സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടാക്കാനുള്ള പെർമിഷൻ, സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള പെർമിഷൻ കൊടുത്തത്. ഈ നാഷണൽ ഹൈവേൻ്റെ പണിക്ക് ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നിന്ന് കല്ല് വാങ്ങുമോ? ആൻഡ് ഈ കല്ല് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താ അറിയോ? ഇത് ഇടിഞ്ഞ് വീണ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ റോഡ് വിണ്ടിട്ട് മറ്റേ പശ ഒട്ടിക്കാൻ വരുന്ന പോലെ ഇന്നലെ വന്നത് ഒരു സ്കീം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഈ കല്ല് വിണ്ട് കീറിയത് പല സ്ഥലങ്ങളിലായിട്ട് വീഡിയോസ് പല ആളുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടയ്ക്കാൻ അവരെന്താ ചെയ്യുക അറിയോ? ഇതേപോലെ മറ്റേ റോഡ് വിണ്ടപ്പോൾ കുടന്ന് ബ്രഷും പെയിൻറ്റും കുടന്ന പോലെ തന്നെ ഈ കല്ലിന് വിള്ളൽ വീണു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്യും? വീണ്ടും ഒരു ബ്രഷും പെയിൻറ്റും മറ്റേ സാധനവും കലക്കിയിട്ട് കുമ്മായവും മറ്റേ സിമെൻറ്റും കലക്കി വന്നിട്ട് ഇങ്ങനെ വടിച്ചിട്ട് പോകുന്നതിൻ്റെ വീഡിയോസും വന്നിട്ടുണ്ട്. ഇതിനടുത്ത് താമസിക്കുന്ന ആളുകൾ മൊത്തം NH66 പണി നടക്കുന്നതിൻ്റെ അടുത്ത് താമസിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഈ കല്ലിൻ്റെ മുകളിലുള്ള വിള്ളലിനെ കുറിച്ചിട്ടും ഇത് അടയ്ക്കാൻ വരുന്നവരുടെ ഈ ഒരു പരിപാടിനെ കുറിച്ചിട്ടും ഇഷ്ടംപോലെ കാര്യങ്ങൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയപ്പെട്ടതൊക്കെയാണ് ഞാനിവിടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കല്ലും മേടിച്ച് NH66 പണി പൂർത്തിയാക്കി മാർച്ചിൽ പോകാൻ നിൽക്കുകയാണ് ഈ KNR എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ഈ പറഞ്ഞ റിവ്യൂ മീറ്റിങ്ങിൽ മുഖ്യമന്ത്രിയോ പൊതുമരാമത്ത് മന്ത്രിയോ അല്ലെങ്കിൽ ഈ റിവ്യൂ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളും ഒരു വ്യക്തി ഇതിനെക്കുറിച്ചൊന്നും ഒരു അന്വേഷണം നടത്തിയിട്ടില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയില്ല? നിങ്ങളുടെ ആവശ്യം അപ്പോൾ എന്താ? 2016 നിങ്ങൾ ഇതിൽ വന്ന സമയത്ത് വെന്റിലേറ്ററിൽ കടന്നൊരു പ്രൊജക്റ്റ് എന്ത് ചെയ്തു? നിങ്ങൾ ഓണാക്കി, അതിൻ്റെ ക്രെഡിറ്റ്. ഇനി 2025 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങി പോകുന്നതിൻ്റെ മുന്നേ അടുത്തൊരു ഇലക്ഷൻ വരുന്നതിന് മുമ്പേ 2025 നിങ്ങൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. കേരളത്തിലൂടെ പോകുന്ന NH66 നിങ്ങൾ ആ ക്രെഡിറ്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് എവിടെ കഴിഞ്ഞു പണി? ആ പണി കഴിഞ്ഞോ തുറന്നു കൊടുത്തോ, പണി കഴിഞ്ഞോ തുറന്നു കൊടുത്തോ, പണി കഴിഞ്ഞോ പെയിൻ്റ് അടിച്ചു തുറന്നു കൊടുത്തോ. ഈ സ്കീമിൽ ഇത് വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പം ഇത് ഇങ്ങനത്തെ ഒരു ദുരന്തത്തിലേക്ക് പോയി എത്തിയിട്ടുള്ളത്. ഇനി എത്ര കോടി ഉറുപ്പിക ഇനി ഇറങ്ങും? നിങ്ങൾ ദുബായ് വരെ പോകണ്ടേ? ഇതേ നമ്മളെ പറഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ പല റോഡുകളിലും ഞാനിവിടെ ഈ സൈഡിൽ വെച്ച പോലത്തെ ആറിവോളിൻ്റെ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് പാനൽസ് ആണ് ഉപയോഗിക്കുക. ഇങ്ങനത്തെ ഒരു പാനൽ എന്തുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും എലവേറ്റഡ് മറ്റേ ഫ്ലൈ ഓവർ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല? കല്ല് വെക്കുന്നതിന് പകരം ഏതോ സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഇൻ്റർലോക്ക് പോലത്തെ കല്ല് വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതേപോലത്തെ ആറിവോളിൻ്റെ കോൺക്രീറ്റ് പാനൽസ് ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ലേ? എനിക്ക് തോന്നുന്നു ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിലും കൂടുതൽ സ്ട്രെങ്ത്തിൽ സാധനം നിന്നിട്ടുണ്ടാവും. ഇത് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും NH ഇതേപോലെ വാളുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് ഉപയോഗിച്ചില്ല. എന്തുകൊണ്ട്? ഇനിയും നമുക്ക് ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ്റെ വീഡിയോയിൽ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ കൃത്യമായി പറയുന്നുണ്ട്. ഇത് നിൽക്കുമോ? ഈ ഒറ്റക്കല്ലും മുകളിൽ ഇങ്ങനെ വെച്ച് പോയാൽ നിൽക്കുമോ എന്നുള്ള ചോദ്യം അയാൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ തന്നെ 27ാമത്തെ വരിമേലാണ് നമ്മൾ നിൽക്കുന്നത്. താഴത്ത് നോക്കുമ്പോൾ ലൈറ്റ് തോന്നുന്നില്ലല്ലോ. ഈ കട്ട നിർത്തില്ല 40 किलो भाई एक दिन कितना ब्लॉक रखेगा? ഇവിടെ ഈ ഒരു പടവ് കെട്ടുന്നതിൻ്റെ ഇടയിൽ കൂടെ മൂന്ന് വരി കൂടുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ? ഇവര് ഇതേപോലെ നെറ്റ് അടിക്കും. ഈ നെറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം ഈ മറി ഉണ്ടല്ലോ, പുറംമറി, ഈ പുറംമറിയിൽ നിന്ന് നെറ്റ് അടക്കം കണ്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 5 മീറ്റർ സംഭവം വരുന്നുണ്ട്. 5 മീറ്റർ ടൈറ്റാക്കി കണ്ട് മരത്തിൻ്റെ പീസ് കുറ്റി അടിച്ച് സെറ്റപ്പാക്കി ദമ്മാക്കി വെച്ചാണ് ഇതൊക്കെയാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ
ഈ കാണുന്ന കട്ട കഴിഞ്ഞിട്ടാണെങ്കിൽ 1 മീറ്ററോളം ചില്ലിയാണ് നമ്മളെ മെറ്റൽ. ഈ മെറ്റൽ കൂടെ വെള്ളം ഇറങ്ങിയാണ്ട് പോകില്ലേ, വെറും മെറ്റൽ. ഇത് ഫിൽറ്റർ ചെയ്യാനുള്ള സെറ്റപ്പാണല്ലോ. നമ്മളെ നാട്ടിൽ ഈ പറമ്പ് താന്നിട്ടും ഓക്കെ, ഇതിപ്പോൾ താന്നിട്ടാണ് നെല്ലുംപാടം നിൽക്കണത്, ഇത് പൊന്തിട്ടാണ് റോഡ് നിൽക്കണത്. ഓക്കെ, ഇതേപോലെ ഈ താന്ന പറമ്പത്തെ ആൾക്കാർ ഇവിടെ വീട് വെക്കുമ്പോൾ ഈ മല ഇടിഞ്ഞ് വീഴാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു മതിൽ കെട്ടുമ്പോൾ എങ്ങനെ ചെയ്യുക? ഒന്നില്ലെങ്കിൽ റീറ്റെയിനിങ് വാൾ, കോൺക്രീറ്റിന് ചുമര് കെട്ടണം, അല്ലെങ്കിൽ നമ്മൾ ചെങ്കല്ലൊക്കെ വെച്ച് കെട്ടുകയാണെങ്കിൽ ഒയും പുറം മറ്റേ ഉണ്ടല്ലോ ഒരു കട്ട പാക്കും ഒന്ന് നീളത്തിലൊക്കെ കെട്ടുകയാണ് കെട്ടുക. അപ്പോൾ ഏകദേശം 55 സെൻറ്റോളം വരുന്നുണ്ട് വീതി. ഇവിടെ വെറും ഈ ഒരു ഒരടി വീതി വരുന്ന സംഭവത്തെ എത്ര ഹൈറ്റിലാണ് ഇവർ കൊണ്ടുപോകുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ കുറേ ഒരു വലിയ വീഡിയോ ചെയ്യണം. മനസ്സിലായോ? നമ്മളിപ്പോൾ കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടുകയാണെങ്കിൽ ഈ മറിമന് ഏകദേശം ഇതാ നന്ന അടിയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഒരു 2 അടിയൊക്കെ വീതി കൊടുക്കും. അത് വല്ല വല്ല ഇങ്ങനെ ക്രോസ് ആക്കി കൊണ്ടുവരിക, എന്നാലും മുകളിൽ 2 അടി ഉണ്ടാവും ഹൈറ്റ് ഉണ്ടാവുമ്പോൾ. ഇവർ ഈ ഒരു ഒറ്റ കട്ട വെച്ചുകാണ്ട് എത്ര ഹൈറ്റും കൊണ്ടുപോകണൊക്കെയാണ്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന 3 ലെയർ കൂടുമ്പോൾ അടിക്കണ നെറ്റ് തന്നെയാണ് എൻജിനീയറിംഗ് ഒരു അത്ഭുതം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എവിടെയാണ്? കോട്ടക്കൽ പാലച്ചറമാട് മെയിൻ അല്ലേ, റോഡിൻ്റെ മുകളിൽ കൂടെ പാലം പോണ ഏരിയ എവിടെ അറിയോ? ഇതാ ഇതിൻ്റെ എൻഡിലാട്ടെ, ഈ കാണുന്നതിൻ്റെ എൻഡിലാണ് അവിടെ. 2 കല്ലിൻ്റെ ആയിട്ടുണ്ട്. जंबो 40 कितना भारी, 40 ये कट्टा का कितना भारी भाई? 40 किलो 40 किलो 40 किलो പെട്ടെന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാവില്ല. 40 കിലോ ഒക്കെ കട്ട है हमको विश्वास नहीं भाई. 40 കിലോന്റെ കട്ടയാണെന്നാണ് ഇവർ പറയുന്നത് ഈ പണിക്കാർ. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ കല്ല് നമ്മളെ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ തൂക്കിക്കൊണ്ടുപോയി. ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ തൂക്കിക്കൊണ്ടുപോകുമ്പോൾ 40 കിലോന്റെ കട്ട അങ്ങേരുടെ ഒരു എന്താ പറയുക കയ്യൂക്കും, അങ്ങേരുടെ ഒരു എന്താ പറയുക ആ ഒരു ജോലിയുടെ അതൊക്കെ സ്ഥിരമായിട്ട് അങ്ങേര് ഇങ്ങനത്തെ വെയിറ്റ് എടുക്കുന്നതായതുകൊണ്ടും എന്നിട്ട് വരെ ഇപ്പം ഈ പറഞ്ഞ പോലെ അങ്ങേര് എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് 40 കിലോൻ്റെ കട്ട തന്നെയാണോ അങ്ങനെ ഈസി ആയിട്ടാണ് എടുത്തു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. ഇതാണെങ്കിൽ അവിടുന്ന് അങ്ങേരതൊന്നും പറഞ്ഞില്ല, പണിക്കാരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു. പക്ഷേ മൂപ്പർക്ക് ഭയങ്കര സംശയമാണ് ഇങ്ങനത്തെ ഒറ്റവരി മാത്രം ഇങ്ങനെ കല്ല് വെച്ച് പടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. മൂപ്പര് അതാണ് അവിടുന്ന് അത് കൃത്യമായിട്ട് നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീറ്റെയിനിങ് വാൾ കെട്ടുകയാണെങ്കിൽ നമ്മൾ ഇത്ര വിടുത്തിലാണ് കെട്ടുക എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് കൃത്യമായിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം എന്തായി? മൂപ്പര് മാത്രമല്ല കേട്ടോ, ഇത് മൂപ്പര് ഒരു യൂട്യൂബർ ആയതുകൊണ്ടും യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ടത് കൊണ്ടൊക്കെയാണ് നമ്മളതെടുത്ത് വെച്ചത്. അതല്ലാതെ തന്നെ ഈ നാട്ടുകാർ എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ടേ ഇത് പ്രശ്നമാണ്, ഇത് പണിയാകും, ഓക്കെ ഇതെന്താണെന്നുണ്ടെങ്കിലും നമ്മളെ മഴയത്ത് നിൽക്കില്ല, ഇത് ഇരിക്കും. ഓരോ നാടിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് അവിടുത്തെ സോയിൽ അനുസരിച്ചിട്ടൊക്കെ വേണം ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കി നാട്ടിലൂടെ വണ്ടി മനുഷ്യന്മാർക്ക് യാത്ര ചെയ്യാനുള്ളത്. നിങ്ങളൊരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ വെന്റിലേറ്ററിൽ കിടന്ന NH-66 എടുത്തു കൊടന്ന് നിങ്ങൾ ഇത്രയും പൈസ ചിലവാക്കി ലാൻഡ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പൈസ കൊടുത്ത് അങ്ങനെ NH ഇവിടെ സ്വപ്ന സാക്ഷാത്കാരം നടത്തിയത്. ലാസ്റ്റ് എന്തായി? എല്ലാം കൂടി ഇടിഞ്ഞു വീഴുന്ന താഴെ വീഴുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ. എവിടെ നിങ്ങളെ റിവ്യൂ മീറ്റിംഗ്? നിങ്ങളെ റിവ്യൂ മീറ്റിങ്ങിൽ എവിടെയും ഈ പറഞ്ഞ സ്റ്റാർട്ടപ്പ് കമ്പനീൻ്റെ കല്ല് ഉപയോഗിച്ചതാണെന്നോ ചതുപ്പ് നിലത്തിൽ ഇതേപോലെ 6 വോൾട്ട് കെട്ടിപ്പൊക്കുകയല്ല, അത് നല്ല ഫൗണ്ടേഷനൊക്കെ അടിച്ച് പില്ലറൊക്കെ ഉണ്ടാക്കി എലവേറ്റഡ് ഫ്ലൈ ഓവറാണ് അത് കൂടി പോകേണ്ടതെന്നുള്ള ഒന്നും നിങ്ങൾ റിവ്യൂ മീറ്റിങ്ങിലൊന്നും നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്തിൻ്റെ ജിയോഗ്രഫിയെക്കുറിച്ച് ഒന്നും നിങ്ങൾ പഠനം നടത്താതെയാണോ? അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി എന്ത് പഠനം നടത്തി എന്നുള്ളതിനെക്കുറിച്ച് അറിയാതെയാണോ നിങ്ങളിങ്ങനെ ഇതിൻ്റെ ഈ പറഞ്ഞ ഇത് നമ്മളെയും കൂടി പ്രൊജക്റ്റാണ്, സർക്കാരിനെയും കൂടി പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞ് നടന്നത്. ഇപ്പം എന്താ അങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ട് നാട്ടുകാർ മൊത്തം എന്താ ആരും പോയിട്ട് കേന്ദ്രത്തിൻ്റെ തലയിലോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ തലയിലോ കയറില്ല. ഇവിടുത്തെ ഒരു രാഷ്ട്രീയം വെച്ചിട്ട് ഇത് മന്ത്രി റിയാസിൻ്റെ തലയിലും പിണറായി വിജയൻ്റെ തലയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ തലയിലും ഇരിക്കൂ. അതുകൊണ്ട് തന്നെ രണ്ടും തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. എന്താണെങ്കിലും കണ്ടറിയണം ഇനി ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക സ്വപ്നം കണ്ടിരുന്നു. ഇപ്പം മലപ്പുറത്ത് നിന്ന് കൊച്ചിക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6-5 മണിക്കൂറിൻ്റെ ടാസ്ക്കാണ്. മനസ്സിലായോ? മലപ്പുറം, പട്ടാമ്പി, ഷൊർണൂർ അങ്ങനെ ചുറ്റി വരണം നമുക്ക്. തൃശ്ശൂരെത്തി പിന്നെ തൃശ്ശൂരിൽ നിന്ന് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊച്ചിക്കുള്ള ഹൈവേ കയറും. അവിടെ ഈ പറഞ്ഞ മാതിരി പണി നടക്കുന്ന ആകെ മൊത്തം അലമ്പ്. ഈ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലപ്പുറം ടു കൊച്ചി എനിക്കൊരു 2 മണിക്കൂർ കൊണ്ട് തകർക്കണം എന്നൊക്കെ വിചാരിച്ചു നിന്ന ഞാനാ. ഇനി ഏത് കൊല്ലം തകർക്കാനാണ് ഇപ്പോൾ?
ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പൊട്ടിപ്പോണ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? എന്താണെങ്കിലും ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ. ഈ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കാന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇവർക്കൊക്കെ എന്താ പറയുക, ഇവർക്കൊക്കെ വോട്ടിന് വേണ്ടിയിട്ടും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനും കേന്ദ്രമാണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ആവശ്യത്തിലുള്ള അവർ ചെയ്തു എന്നുള്ളത് ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കണം. ഇനി ഏത് പാർട്ടി ആണെങ്കിലും കേട്ടോ, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടി ആണെന്നുണ്ടെങ്കിലും മൂന്നും ഒരുപോലെയാണെങ്കിൽ അവർ ചെയ്തു എന്നുള്ള ഇങ്ങനെ ബാനറും വെച്ച് ഫ്ലെക്സും വെച്ച് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നാട്ടുകാരെങ്ങനെ കാണിച്ച് അടുത്ത വോട്ട് എന്ന് പറയണമെന്ന് മാത്രമേ ഇവർക്കുള്ളൂ. അല്ലാതെ ആത്മാർത്ഥത എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ എന്നൊക്കെ കൈയിട്ട് വരണം, അത്രയേ ഉള്ളൂ ഇവർക്ക്.